ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ഈ മരുവിൻ ചൂടിനാൽ നീ വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. സ്വന്തം മകനെ ആദരിക്കാതെ നമുക്കു വേണ്ടി ഏൽപ്പിച്ചവൻ നമുക്കു ദോഷം ചെയ്തിടുമോ വാടിപ്പോകാതെ. ഏലിയാവിനു കാക്കയാലെ അപ്പം കൊടുത്ത യേശുനാഥൻ ഇന്നും നമുക്കായി കരുതുന്നതിനാൽ വാടിപ്പോകാതെ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരുടെ പെരുന്നാൾ, യെരുശലേം ദേവാലയത്തിലെ പെരുന്നാൾ, അതിൽ സംബന്ധിപ്പാനായിട്ട് യഹൂദന്മാരും ആ ദേശത്തുള്ള അതിനോട് ചേർന്നുള്ള ദേശത്തുള്ള അനേകരും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും പഠിപ്പുള്ളവരും പാണ്ഡിത്യമുള്ളവരും
എല്ലാവരും പങ്കെടുക്കുന്നതായ ആ വലിയ പെരുന്നാൾ ആഘോഷം, പെസഹ പെരുന്നാളിൻ്റെ ആഘോഷം, നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പുള്ളതായ ചേർന്നുള്ളതായ ആ പെസഹ പെരുന്നാളിൻ്റെ ആഘോഷം, അതിൽ പങ്കെടുക്കാൻ വന്നതായ യവനന്മാർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും പഠിപ്പുള്ളവർ, പാണ്ഡിത്യമുള്ളവർ, ശരിയും തെറ്റും തമ്മിലെല്ലാം തിരിച്ചറിയാവുന്നവർ, സത്യമേത് മിഥ്യേത്, ഏതാണ് ശരിയായത്, ഏതാണ് ജ്ഞാനമുള്ളത്, ഏതാണ് സത്യമായിട്ടുള്ളത് എല്ലാം അറിയാൻ കഴിവുള്ളവരാണ് യവനന്മാരെന്ന് പറയുന്നത്. സ്വതവേ ബുദ്ധിമാന്മാരാണവർ എല്ലാ കാര്യത്തിലും. ധാരാളം ആരാധനാമൂർത്തികളുണ്ട്, ആരാധനകളുണ്ട്. അങ്ങനെ ആ കാലത്തെ സമൂഹത്തിൽ പഠിപ്പും പാണ്ഡിത്യവുമെല്ലാമുള്ള ആളുകളായിരുന്നു ഈ യവനന്മാർ. എന്നാൽ ആ പ്രാവശ്യം അവർ പെരുന്നാളിന് വന്നപ്പോൾ അവർ വന്നത് സാധാരണ പെരുന്നാളിന് വരുന്ന പോലെയുള്ള ഒരു ആലോചനയോ ഒരാഗ്രഹവുമായിട്ടല്ല. ആ പ്രാവശ്യം അവർ പെരുന്നാളിന് വന്നത് വെറുതെ ഒരു പെരുന്നാളിൽ പങ്കെടുക്കണം, ഒരാഘോഷത്തിൽ പങ്കെടുക്കണം, അവിടെ നടക്കുന്നതായ ചടങ്ങുകളിലും എല്ലാത്തിലും വന്ന് പങ്കെടുക്കണം എന്നുള്ളതായ ഒരു ചിന്തയോടെ അല്ല ആ പ്രാവശ്യം അവർ വന്നത്. ആ പ്രാവശ്യം അവർ വന്നത് കർത്താവായ യേശുവിനെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് കർത്താവായ യേശുവിനെ ഒന്ന് അടുത്തറിയണം എന്ന ആഗ്രഹത്തോടെയാണ് അവർ ആ പ്രാവശ്യം വന്നത്. പ്രിയപ്പെട്ടവരെ, കാരണം അവരെ പതിവ് ചടങ്ങും പെരുന്നാളും ആഘോഷവും ഒക്കെ വർഷങ്ങളായിട്ട് അവർ ആഘോഷിച്ചു വരുന്നു, അവരതിൽ പങ്കെടുത്തു വരുന്നു. പക്ഷേ അവരുടെ ഉള്ളിലുള്ളതായ ഒരാത്മീയ തൃപ്തിക്കുറവ് അവിടെയുണ്ട്, ആത്മീയമായ ഒരു ശൂന്യത. എല്ലാം പതിവുപോലെ നടക്കുന്നു, എല്ലാം ഒരു ചടങ്ങ് പോലെ നടക്കുന്നു, എല്ലാം ഒരു അനുഷ്ഠാനം പോലെ നടക്കുന്നു. പക്ഷേ പുതിയതായിട്ട് ഹൃദയത്തിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ, ഹൃദയത്തിലൊരു സമാധാനമോ ഒന്നും വരുന്നില്ലല്ലോ. അവരുടെ ഹൃദയത്തിലുള്ളതായ ആ ആത്മീയമായ ഒരു ദാഹം, ആ ദാഹമാണ് അവരെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചു, യേശുവിനെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, ജീവിതം അടുത്തു പോകുമ്പോഴാണ് പലപ്പോഴും കർത്താവായ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം വരുന്നത്. ജീവിതത്തിലെല്ലാം തൃപ്തിയായി എല്ലാം ശരിയായി നടക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആത്മീയമായ ദാഹമോ ആത്മീയമായ ആഗ്രഹമോ കർത്താവിനെ അറിയണമെന്നുള്ള ആഗ്രഹമോ ഒന്നും ഉണ്ടാകാറില്ല. എന്നാൽ ജീവിതത്തിൽ വിരസത വരുമ്പോൾ, ജീവിതത്തിൽ മടുപ്പ് വരുമ്പോൾ, ദേവാലയവും അവിടെ നടക്കുന്ന പെരുന്നാൾ, എല്ലാ ആഘോഷങ്ങളും എല്ലാം ചടങ്ങ് പോലെ എല്ലാം ഒരു നിർജീവ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് സാധാരണക്കാരായ നമ്മൾക്ക് കർത്താവായ യേശുവിനെ കാണണമെന്നുള്ളതായ ഒരാഗ്രഹം വരുന്നത്. ഇപ്രാവശ്യം അവർക്ക് ആ വലിയൊരു ആഗ്രഹം വന്നു, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഈ യേശുവിനെ ഒന്ന് കാണണം, ഈ യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ ഒന്ന് മനസ്സിലാക്കണം, ഈ കർത്താവായ യേശുവിനെ എനിക്കൊന്ന് കൂടുതലായിട്ട് അറിയണം. നാളുകളായിട്ട് എൻ്റെ പള്ളിയിൽ ഞാൻ കേൾക്കുന്നുണ്ട്, നാളുകളായിട്ട് ദേവാലയത്തിൽ കേൾക്കുന്നുണ്ട്, നാളുകളായിട്ട് യേശുവിൻ്റെ നാമം ബാല്യം മുതൽ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിചയവുമില്ല, പ്രത്യേകിച്ചൊന്നും അറിയില്ല. ഒരു ചടങ്ങ് മാത്രമല്ലാതെ വ്യക്തിപരമായിട്ട് കർത്താവായ യേശുവിന് ഒരു പരിചയമില്ലാത്ത ധാരാളം ക്രൈസ്തവർ. അതാണ് ക്രൈസ്തവരായ നമ്മുടെ എല്ലാം ഒരു രത്നച്ചുരുക്കം. അതാണ് ഒരു ആകത്തുക. കർത്താവായ യേശുവിനെ നമുക്ക് അധികം മേല, കർത്താവായ യേശുവിനെ നമുക്ക് അടുത്ത് പരിചയമില്ല. കർത്താവായ യേശു എന്തിനു വന്നു, കർത്താവായ യേശു എന്തിനു മരിച്ചു, കർത്താവായ യേശു എന്തിനു ഉയർത്തെഴുന്നേറ്റു, കർത്താവായ യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു, കർത്താവായ യേശുവിന് എന്തിനു മടങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒന്നും ആത്മീയമായ അർത്ഥം അനേകർക്കും അറിയില്ല, അനേക ക്രിസ്ത്യാനികൾക്കും അറിയില്ല. ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞാലല്ലേ ബാക്കി ജാതികൾക്ക് അറിയാവുള്ളൂ. ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞുകൂടാ. എന്നാൽ പള്ളിയിൽ പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ദേവാലയം മാമോദീസ മുങ്ങിയിട്ടില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ക്രിസ്തുവിനെ മാത്രം അറിയില്ല. പള്ളി അത് സഭയുടേതാണെന്ന് ചോദിച്ചാൽ അറിയാം, പള്ളിയിലെ മെത്രാപ്പോലീത്ത ആരാണെന്ന് ചോദിച്ചാൽ അറിയാം, പള്ളിയിലെ വികാരി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അറിയാം, കമ്മിറ്റിക്കാരനെ ആരാണെന്ന് ചോദിച്ചാൽ അറിയാം. പള്ളിയെ സംബന്ധിച്ച്
എല്ലാ കാര്യങ്ങളും അറിയാം. കൂദാശകളെക്കുറിച്ച് പലതും അറിയാം. സഭാചരിത്രത്തെക്കുറിച്ച് ഏറെ അറിയാം. പിന്നെ അറിയാൻ മേലാത്തതായ സത്യം യേശു ആരാണെന്നറിയാൻ മേല. യേശു ആരാണെന്നറിയാൻ മേല. ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ഒരു വലിയ താല്പര്യമുണ്ട്, അവരത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിനെ കാണാൻ താല്പര്യമുള്ള മറ്റൊരാളെ നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അത് സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അവൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അവൻ യേശുവിനെ കാണാൻ മാത്രമല്ല, എന്താണ് യേശുവിൻ്റെ പ്രത്യേകത, എന്താണ് യേശുവിൻ്റെ സ്വഭാവം, എന്താണ് യേശു പഠിപ്പിക്കുന്നത്, എന്താണ് യേശു മനുഷ്യരോട് പറയുന്നത്, യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണാനുള്ളതായ ഒരാഗ്രഹം. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്ത്യാനികളായിട്ട് എത്രയോ കൊല്ലമായി. നാം ക്രിസ്ത്യാനികളായിട്ട് 10-80 കൊല്ലമായവരുണ്ട്, 70 കൊല്ലമായവരുണ്ട്, 60 കൊല്ലം, 20 കൊല്ലമായവരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും യേശുവിനെ അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? യേശുവിനെ എനിക്കൊന്ന് അറിയണം. എന്താണ് യേശു പഠിപ്പിച്ചത്, എന്താണ് യേശു ചെയ്തത് ഒന്ന് അറിയണമെന്നുള്ളതായ ഹൃദയത്തിലൊരാഗ്രഹം എന്നെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് അനേകരുടെയും ജീവിതത്തിലെ കാതലായൊരു കുറവ്, പ്രശ്നമെന്ന് പറയുന്നത്. കർത്താവായ യേശുവിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കർത്താവായ യേശുവിനെ അടുത്ത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. അവനെ അറിഞ്ഞാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ അവൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ ദാഹമുണ്ടാകുകയുള്ളൂ. അവൻ എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാകുകയുള്ളൂ. യേശുവിനെ കാണാനുള്ളതായ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ അറിയുക, കർത്താവിനെ എങ്ങനെയാണ് കാണുക? ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ എങ്ങനെയാണ് കാണുക? കർത്താവിനെ കാണാൻ ദാഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. അതാണ് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം. കർത്താവിനെ കാണാൻ ദാഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനെയാണ് കർത്താവിനെ കാണാൻ ദാഹമുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർപ്പിക്കുന്നതായ ഒരു ഗീതമുണ്ട്. നമ്മുടെ സഭയിലെ ഒരു കൂദാശ ഗീതമാണത്. ആ പാട്ട് പാടിക്കൊണ്ടാണ് നാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട്. അതൊരു മണവാട്ടിയുടെ ആഗ്രഹമായിട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ലോകത്തിലെ വിവാഹങ്ങൾ നടക്കുമ്പോൾ മണവാളിനും മണവാട്ടിയും തമ്മിൽ ഒരു ഉഭയസമ്മതമാണ് ഉണ്ടാകുന്നത്. പരസ്പരമുള്ളതായ സമ്മതമാണ്, പരസ്പര സമ്മതമാണ്. അങ്ങനെയാണ് ഈ ലോകത്തിൽ മണവാളനും മണവാട്ടിയും ഉണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ കാന്തയായി മണവാട്ടിയായി ഒരാൾ തീരുന്നത് ഉഭയസമ്മതമാണോ എന്ന് ചോദിച്ചാൽ സമർപ്പണമാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാൻ കർത്താവിൻ്റെ ഒരു മണവാട്ടിയാണ്, ഞാൻ കർത്താവിൻ്റെ വകയാണ് എന്നുള്ളതായ തീരുമാനം മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വേദപുസ്തകം പറയുന്നു, നമുക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. അധികം പേര് ഉപയോഗിക്കാത്തൊരു അധികാരമാണ്. എന്താണ് അധികാരം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിട്ടുണ്ട്. ദൈവമക്കളാകാൻ അധികാരം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അധികം പേരും ആ അധികാരം ഉപയോഗിക്കുന്നില്ല. ദൈവമക്കളായി തീരാനുള്ള അധികാരം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ, ദൈവത്തിന് സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിലുള്ളത് വാഗൊണ്ട് പറയുന്ന പോലെ ഹൃദയത്തിലും വായും ഹൃദയവും ഒന്നായിട്ട് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. വാഗൊണ്ട് പറയുന്ന പോലെ ഹൃദയവും ഒരു അനുഭവത്തിലേക്ക് വരിക. ഹൃദയം കൊണ്ടൊരു ക്രിസ്ത്യാനിയാവുക. സഹോദരങ്ങളെ, ഹൃദയം കൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ഞാൻ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഹൃദയം കൊണ്ട് ക്രിസ്ത്യാനിയായിരുന്നില്ല. എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോഴാണ് ഞാൻ ഹൃദയം കൊണ്ടൊരു ക്രിസ്ത്യാനിയായത്. അതുവരെ ഞാൻ വാഗൊണ്ട് ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുമായിരുന്നു, പക്ഷേ ഹൃദയം കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നില്ല. കാരണം എൻ്റെ ഹൃദയത്തെ ഭരിച്ചിരുന്നതും എൻ്റെ ഹൃദയത്തിൽ താലോലിച്ചിരുന്നതും എൻ്റെ ഹൃദയം പാഞ്ഞുകൊണ്ടിരുന്നതും ഒന്നും ക്രിസ്തുവിൻ്റെ പുറകെയായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ മാനസാന്തരമെന്ന ദിവ്യ അനുഭവം കർത്താവിനേക്ക് തന്നപ്പോൾ ഞാൻ ഹൃദയം കൊണ്ട് ഒരു വിശ്വാസിയായി, ഒരു ക്രിസ്ത്യാനിയായി, ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു മണവാട്ടിയായി തീർന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പിതാക്കന്മാർ പാടിയ
ആ പാട്ടൊന്ന് പാടാം. എങ്ങനെയാണ് ഞാൻ അത്യുന്നതനുടെ മണവാട്ടി തന്നെത്താൻ പറയുകയാണ്. സമർപ്പണം എടുത്തുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ കാണാൻ പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കാണാനുള്ളൊരു ആഗ്രഹം നമുക്ക് ചേർന്ന് പാടാം. സഭയാം തിരുസഭയാ അത്യുന്നതനുടെ മണവാട്ടി. അത് സമർപ്പണത്തിലൂടെ വരുന്നതാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പേരൊക്കെ അങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ ഒരു മണവാട്ടിയാണ്, ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവമക്കളെ, നിങ്ങൾ എത്ര പേർക്ക് ഹൃദയത്തിൽ ആ ബോധ്യമുണ്ട്? ഞാൻ ആ യേശുവിൻ്റെ ഒരു മണവാട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് പറയേണ്ടത്? അടുത്ത വരി നമുക്ക് ചേർന്ന് പാടാം. പാവന സഭ ചൊന്നീടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേൻ വന്നെന്നെ വീട്ടൊരു മണവാളൻ തന്നെ. പാവനസഭ അഥവാ ക്രിസ്തുവിൻ്റെ മണവാട്ടി പറയുകയാണ്. എന്താണ് പറയുന്നത്? എൻ്റെ വരൻ ഏവൻ ധന്യനാണ്. ഞാൻ ധന്യനായൊരു എൻ്റെ മണവാട്ടിയാണ്, ഞാൻ യേശുവിൻ്റെ ഒരു മണവാട്ടിയാണ്. ഞാനൊരു മദ്യപാനിയായി ജീവിക്കേണ്ടതല്ല, ഞാനൊരു അഹങ്കാരിയായി ജീവിക്കേണ്ടതല്ല, ഞാനൊരു വഴക്കാളിയായി ജീവിക്കേണ്ടതല്ല, ഞാനൊരു ശാപമായി ജീവിക്കേണ്ടവനല്ല, ഞാനൊരു ശപിക്കുന്ന വ്യക്തിയായി ജീവിക്കേണ്ടതല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു മണവാട്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിൻ്റെ ഒരു മണവാട്ടിയാണ്. എൻ വരൻ ഏവൻ ധന്യൻ. ഞാൻ ധന്യനായ കർത്താവിൻ്റെ ഒരു മണവാട്ടിയാണ്. സഹോദരങ്ങളെ, ഹൃദയത്തിലെ ആ ബോധ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ ആ ദാഹം വരികയാണ്, ഹൃദയത്തിൽ ആ നിർണയം വരികയാണ്. ഞാൻ യേശുവിൻ്റെ വകയാണ്, എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ പാടില്ല. അടുത്തത് നമുക്ക് പാടാൻ. പ്രിയപ്പെട്ടവരെ, വിഗ്രഹമധ്യത്തിൽ തന്നെ അനേകം പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവമല്ലാതെ അനേകരെ ഞാൻ വിളിച്ചിരുന്നു. അനേക വിഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ പണം എൻ്റെ ഒരു വിഗ്രഹമായിരുന്നു, അശുദ്ധി എൻ്റെ ഒരു വിഗ്രഹമായിരുന്നു. അനേക വിഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു, സ്ഥാനമോഹം എനിക്കുണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിഗ്രഹത്തിൽ നിന്നെല്ലാം കർത്താവായ യേശു അവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നു. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ തിരിച്ചറിയുന്ന മനുഷ്യർക്ക് സമർപ്പണം, കർത്താവിനെ കാണുന്ന ഒരു മണവാട്ടിയുടെ ഹൃദയമാണ് അവിടെ പാടി കേൾപ്പിക്കുന്നത്. നമുക്ക് ചേർന്ന് പാടാം. വിഗ്രഹമധ്യത്തീന്നെ കൂട്ടി രഹസ്യങ്ങൾ കാട്ടി ലോകാന്ത്യം വരെ നിൻ കൂടെ ഞാനുണ്ടെന്നോട് പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങളുള്ള മനുഷ്യൻ. അപ്പോസ്തലനായ പൗലോസിന് ഒരു വിഗ്രഹമുണ്ടായിരുന്നു. അവൻ്റെ സഭയായിരുന്നു അവൻ്റെ വിഗ്രഹം. അവൻ്റെ സഭയായിരുന്നു അവൻ്റെ വിഗ്രഹം. ക്രിസ്തുവിനെ അറിഞ്ഞില്ല, സഭയെ മാത്രമേ അറിയാവുള്ളൂ. സഭ അവൻ്റെ ഒരു വിഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഗോത്രപിതാവായ യാക്കോബിനെ നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, ബോധനണ്ടിയും ബദാമണ്ടിയും പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ കാണിച്ച്, സൂത്രങ്ങളൊപ്പിച്ച്, കൗശല്യങ്ങളൊപ്പിച്ച് എങ്ങനെയും ഒരു ധനവാനായി ജീവിക്കണം, എങ്ങനെയും ഒരു ധനവാനായിട്ട് ജീവിക്കണം, ഇങ്ങനെ ആഗ്രഹമുള്ള ഒരാളുകളുണ്ട്. മറ്റൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ ഒരു രാജാവിനെയും രാജാവിൻ്റെ ഭക്തിയെക്കുറിച്ച്, ആഹാബ് രാജാവിനും അവൻ്റെ ഭക്തിയായ ഇസബലിനെയും കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ മകനായ ഗ്രഹത്തെ പോലെയും. പ്രിയപ്പെട്ടവരെ, അവനവനെ തന്നെ വിറ്റുകളഞ്ഞു. ഒരു ധന്യനായ രാജാവിൻ്റെ ഭക്തിയും അവൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവൻ്റെ ഭക്തനായി ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ അവൻ്റെ തോട്ടം എൻ്റെ ചീരത്തോട്ടമാക്കണം, അവൻ്റെ മുന്തിരിത്തോട്ടം എൻ്റെ ചീരത്തോട്ടമാക്കണം, എങ്ങനെയെങ്കിലും പാവപ്പെട്ടവനെ തകർക്കണം, എങ്ങനെയെങ്കിലും മറ്റുള്ളവനെ നശിപ്പിക്കണം. ആ ഒരൊറ്റ ആഗ്രഹത്തോട് ജീവിക്കുന്ന ആളുകളുണ്ട്. അനേകർക്ക് വിഗ്രഹങ്ങളുണ്ട്. അനേകർക്ക് സഭയൊരു വിഗ്രഹമാണ്, അനേകർക്ക് പണം ഒരു വിഗ്രഹമാണ്, അനേകർക്ക് പ്രേമബന്ധങ്ങളൊരു വിഗ്രഹമാണ്, അനേകർക്ക് അടങ്ങാത്ത ചില അരുതാത്ത മോഹങ്ങളുണ്ട്. ദൈവം തന്ന ദാമ്പത്യമുണ്ട്, പക്ഷേ പിശാച് തന്ന അവിഹിതത്തിലാണ് അവർക്ക് താല്പര്യം.
ദൈവം തന്ന ദാമ്പത്യത്തെക്കാൾ പിശാച് കൊടുക്കുന്നതായ അവിഹിതത്തെ വിഗ്രഹം പോലെ കാണുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആ വിഗ്രഹത്തിൽ നിന്നെല്ലാം നിന്നെ കൂട്ടിയെടുക്കുന്നവനായ ഒരു മണവാളൻ, അവൻ നിന്നെ ലോകാന്ത്യത്തോളം കാക്കാവെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മുടെ വിഗ്രഹങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കാണാൻ ആഗ്രഹം ഉണ്ടാകുന്നതുവരെയും പ്രിയപ്പെട്ടവരെ, മദ്യപാനം എനിക്കുണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് റോഡരികിൽ മദ്യപിച്ച് കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. സഭയൊരു വിഗ്രഹമൊക്കെയായിരുന്നു. പക്ഷേ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം മാറി. ഇന്ന് കർത്താവായ യേശു ഈ ചങ്ങിനുള്ളിൽ വസിക്കുന്നു. അവൻ എന്നെ ഭരിക്കുന്നു, അവൻ എന്നെ നിയന്ത്രിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തോളം കൂടിയിരിക്കാമെന്ന് അവൻ എനിക്ക് വിലയേറിയതായ വാഗ്ദത്തവും തന്നിരിക്കുന്നു. അവനെനിക്കൊരു മാമോദീസ തന്നു. എന്തിനാണ് സഹോദര നീ മാമോദീസ വാങ്ങിയത്? എന്തിനാണ് നീ മാമോദീസ വാങ്ങിയത്? ഈ മാമോദീസായിലൂടെ നിനക്ക് എന്താണ് കിട്ടിയത്? എന്തിനാണ് നീ മാമോദീസ വാങ്ങിയത്? എന്തിനാണ് നിനക്ക് മാമോദീസ നിന്നെ മുക്കിയത്? ആ മാമോദീസായിലൂടെ നിനക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് വായിച്ച് കേൾക്കാം. മോദീസായാൽ ആത്മീയായുധമാണീച്ചാൻ വിരലിന്മേൽമൈരക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. എന്തിനാണ് മാമോദീസ? മാമോദീസായാൽ അവനെ ആത്മീയ ആയുധമണിയിച്ചു. മാമോദീസ എന്നുള്ളത് ഒരായുധം ധരിക്കലാണ്. 144 സങ്കീർത്തനം 1-2 വാക്യമായി നമുക്ക് വായിച്ചു നോക്കാം. മാമോദീസ എന്നുള്ളത് ഒരായുധമാണ്, പിശാചിനോട് പോരാടാനുള്ള ആയുധം. അവൻ പോരിനെൻ്റെ കൈകളെയും യുദ്ധത്തിനെൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. വായിച്ചു കേൾക്കാം. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്തിനുള്ളതാണ്? പിശാചിനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. പിശാചിനെ എതിർക്കുവാനുള്ളതായ ആത്മീയ ശക്തി നിനക്ക് ലഭിക്കാനാണ് മാമോദീസ. എന്തിനാണ് നിനക്ക് മാമോദീസ? എന്തിനാണ് നാം കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടേ മുക്കണത്? എന്തിനാണ് നിന്നെ മൂറം പൂശിയത്? സഹോദര, അതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഈ കർമ്മമെല്ലാം ചെയ്തത്? എന്തിനാണ് നീ ആ കുദാശയെ പങ്കെടുത്തത്? എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മുക്കിയത്? എന്തിനാണ് നിൻ്റെ കുഞ്ഞിനെ മുക്കിയത്? സഭയിൽ ചേർക്കാനാണോ? പക്ഷേ പിതാക്കന്മാർ പാടുന്നു, അതൊരു ആയുധം ധരിക്കലാണ്. സാത്താനെ ഉപേക്ഷിക്കാനുള്ളതായ ആ ശക്തിക്ക് വേണ്ടിയുള്ള ഒരു ആയുധമാണ്. മാമോദീസ വാങ്ങിയവൻ പാപത്തോട് യുദ്ധം ചെയ്യണം. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസ ഒരായുധമാണ്. മാമോദീസ ഒരായുധം ധരിക്കലാണ്. ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇനി പാപമില്ല എന്നുള്ള തീരുമാനം, അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ് മാമോദീസയുടെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, നീ ഒരു കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും മാമോദീസ. പക്ഷേ നിന്റെ തലതൊട്ടപ്പനെ കൊണ്ട്, നിന്റെ തലതൊട്ടമ്മയെ കൊണ്ട് ഒരു സമർപ്പണം എടുപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പണം പാലിക്കാൻ നീ ഉത്തരവാദിയാണ്. നീ തലതൊട്ടപ്പനാണെങ്കിൽ നീ തലതൊട്ട കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ നീ ഉത്തരവാദിയാണ്. നീ തലതൊട്ട അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് സമർപ്പണം എടുപ്പിക്കാൻ നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. അല്ലെങ്കിൽ നിത്യനായ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. നീ തലതൊട്ട കുഞ്ഞ്, നീ തലതൊട്ട നിന്റെ കുഞ്ഞ്, നീ അതിനോട് പറഞ്ഞു കൊടുത്തോ? നീ അതിനെ വളർത്തിയോ? സഹോദരങ്ങളെ, ഇതൊരു ആയുധം ധരിക്കലാണ്. പാപത്തോട് പോരാടാനുള്ളതായ ആത്മീയ ആയുധമാണ് മാമോദീസ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? വിരലിന്മേലൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. വിരലിന്മേൽമൈരക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. പ്രിയപ്പെട്ടവരെ, മണവാളനും മണവാട്ടിക്കും മോതിരം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് മോതിരം കൊടുത്തത്? അത് മോതിരമായി വിരലിന്മേലൻ രക്തങ്ങൾ, കർത്താവായ യേശുവിൻ്റെ തിരുരക്തവും കർത്താവായ യേശുവിൻ്റെ മെയ്യൻ രക്തവും ഈ വിവാഹമോചനമായിട്ട് നിനക്ക് തന്നു. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഭർത്താവിനോടും ഭാര്യയോടും യുദ്ധം ചെയ്യാനായിട്ടല്ല, പിശാചിനോട് യുദ്ധം ചെയ്യാൻ, കുടുംബത്തിൽ പിശാച് കയറാതിരിപ്പാൻ, കുടുംബത്തിൽ കലഹമുണ്ടാക്കാതിരിപ്പാൻ, പ്രിയപ്പെട്ടവരെ എൻ്റെ തലമുറയിലേക്ക് ശാപം വരാതിരിപ്പാൻ, പിശാചിനെ എതിർക്കുവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് വിവാഹമോചനം തന്നത്. നിനക്ക് കീഴടക്കം വരാനാണ്, നിനക്ക് താഴ്മ വരാനാണ്, നിനക്ക് വിനയം വരാനാണ്. ഈ മോചനം കാണുമ്പോൾ നീ ഓർക്കണം, ഞാൻ ശാന്തനാകണം, ഞാൻ സൗമ്യനാകണം. ഇത് കർത്താവായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഫലമാണ്, രക്തത്തിൻ്റെ മുദ്രയുള്ളതാണ് ഈ മോചനമെന്ന് നീ ഓർക്കണം.
നിൻ്റെ ഭർത്താവിൻ്റെ പേരായിരിക്കും എഴുതിയേക്കണത്, പക്ഷേ അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ളതാണ് ആ മോതിരം. നിൻ്റെ വിവാഹമോതിരം യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ്, പിശാചിനോട് പോരാടാൻ വേണ്ടിയിട്ടാണ്, കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മോതിരമെല്ലാം വാഴ്ത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സദ്വർത്തമാനം എന്ന് പറയുന്നത്. എൻ പ്രിയ ചരിതം കേട്ടപ്പോൾ എന്നിലെരിഞ്ഞനുരാഗാഗ്നി അവനെ ദർശിക്കും മുൻപേ ഏറ്റുപറഞ്ഞോൾ ഞാൻ ധന്യ. ഞാനൊരു ഭാഗ്യവതിയാണ്. മണവാട്ടി പറയാ, എന്താ ഞാനൊരു ഭാഗ്യവതി, അവനെ ദർശിക്കും മുമ്പേ ഞാൻ ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരണം കഴിഞ്ഞ് യേശുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ കർത്താവായ യേശുവിനെ മണവാട്ടിയായി സ്വീകരിച്ചു. അവനെ ഞാൻ ഏറ്റുപറഞ്ഞു. എൻ പ്രിയ ചരിതം കേട്ടു, ക്രിസ്തുവിനെ കേട്ടു. ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹം, കർത്താവിനെ അറിയുവാനുള്ള ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് ഈ ഫെലോഷിപ്പ്. ഇവിടെ നിങ്ങൾ എത്ര കാലം വന്നാലും വേറെ ആരെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയില്ല, വേറെ ആരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുമില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനെ അറിയുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിയുക, അവൻ്റെ ചരിതം കേൾക്കുക, അവൻ്റെ സ്നേഹത്തെ അറിയുക, അവനോട് വാക്ക് പറയുക, അവനോട് ചേർന്ന് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്വഭാവമുള്ളവരായിട്ട് ജീവിക്കുക. അങ്ങനെ കർത്താവിനെ കാണാൻ ആഗ്രഹമുള്ള ഒരു ജനസമൂഹം ഉണ്ടാക്കിയെടുക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവനെ അനുയാപം ചെയ്ത് ഞാൻ നസ്രയത്തിൽ ചെന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കാണാനുള്ള പുറപ്പാടാണ്. കർത്താവിൻ്റെ മണവാട്ടി കർത്താവിനെ കാണാനായിട്ട് ആദ്യം നസ്രയത്തിലേക്ക് ചെന്നു. കാരണം നസ്രയത്തിലാണ് യേശു ജനിച്ചത്. അതുകൊണ്ട് ഞാൻ നസ്രയത്തിലേക്ക് ചെന്നു. നസ്രയത്തിൽ ചെന്നപ്പോൾ ഞാൻ അവനെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, അവൻ യോർദാനിലേക്ക് പോയി എന്ന് പറഞ്ഞു. അവൻ മാമോദീസ മുങ്ങാൻ വേണ്ടി യോർദാനിലേക്ക് പോയി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യോർദാനിലേക്ക് ഞാൻ പോയി. നമുക്ക് ചേർന്ന് പാടാം. അവനെ അനുയാനം ചെയ്തേ ഞാൻ നസറേത്തിൽ ചെന്നപ്പോൾ യോർദാൻ നദിങ്കൽ പോയാ നിന്നോടു ജനം ചൊന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയുവാനുള്ളൊരു ദാഹം. യേശു എവിടെയുണ്ട്? യേശു എവിടെയുണ്ട്? ദൈവമക്കളെ, യേശു എവിടെയുണ്ട്? യേശുവിനടുത്ത് പോകാനൊരാഗ്രഹം, യേശുവിൻ്റെ വചനം കേൾക്കാനൊരാഗ്രഹം, വേദപുസ്തകം വായിക്കാനൊരാഗ്രഹം, യേശുവിനെ പോലെയാകാനൊരാഗ്രഹം. യേശു എവിടെയുണ്ട്? ദൈവമക്കളെ, അതാണ് പാവപ്പെട്ട അടിയങ്ങൾ ഈ യോഗമെല്ലാം ക്രമീകരിക്കുന്നതിൻ്റെ പിന്നിൽ, ഒരു പ്രാർത്ഥനാ ഹോൾ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ ഒരിടം വേണം. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുവിനെ കാണാൻ ഒരിടം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ദാഹത്തോടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ വന്നത്? യേശുവിനെ കണ്ടാലല്ലാതെ സഹോദരങ്ങളെ നിങ്ങളുടെ പ്രശ്നം തീരുവോ? കുറച്ച് രൂപ കിട്ടിയാൽ, കുറച്ച് പണം കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ? പ്രിയപ്പെട്ടവരെ, കുറച്ച് ദൈവമക്കളെ, ഒരു പരീക്ഷ പാസ്സായാൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ? സഹോദര, യേശുവില്ല എങ്കിൽ ഒന്നുമില്ല. യേശുവില്ല എങ്കിൽ ഒന്നുമില്ല. സർവ്വലോകവും നേടി എൻ്റെ ആത്മാവിനെ കളഞ്ഞാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നസ്രായനായ യേശുവിനെ അറിയുക, യേശുവിനെ അറിയുന്നൊരു ജനമുണ്ടാകുക. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടാകുക, കർത്താവിനെ അറിയുന്ന ഒരു ജനമുണ്ടാകുക. അങ്ങനെ നസ്രയത്തിൽ ചെന്നപ്പോൾ ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? കർത്താവായ യേശു മാമോദീസ മുങ്ങാൻ യോർദാനിലേക്ക് പോയിന്ന് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് അയ്യോ തടസ്സമായതുകൊണ്ട് പോകണ്ടെന്ന് വയ്ക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാ തടസ്സവും വിട്ടങ്ങ് പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് എൻ്റെ ഭാര്യ മാനസാന്തരപ്പെട്ടയാൾ, ഞാൻ മാനസാന്തരപ്പെടാത്തയാളും. ആലുവായിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കടയിരിപ്പിൽ യോഗം നടക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് യോഗത്തിന് പോകണം, കാരണം മാനസാന്തരപ്പെട്ടതാണ്. കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണം. എനിക്കാണെങ്കിൽ അത് താല്പര്യമില്ല. അവൾ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ച്, 4 വയസ്സായ കൊച്ചിനെ കയ്യിൽ പിടിച്ച്, രണ്ടാമത്തെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായ വയറോടുകൂടെ അവൾ ലൈൻ ബസ്സിൽ കയറി. പ്രിയപ്പെട്ടവരെ, ആലുവായിൽ നിന്ന് അവൾ കടയിരിപ്പിലേക്ക് ബസ് കയറുമ്പോൾ ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ആ ജനലക്കൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു മണ്ടി പെണ്ണ്, ഒരു മടയിയായ പെണ്ണ്, ജീവിക്കാൻ അറിയാൻ മേലാത്തൊരു പെണ്ണ്, എന്തിനാ ഈ പോക്ക് പോണേ?
ഇവിടെ എനിക്ക് ശമ്പളമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്കൊരു വണ്ടിയുണ്ട്, പിന്നെ എന്തിനാ ഈ പെണ്ണി പോക്ക് പോണേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാഹം വന്നാൽ പിന്നെ ദാഹം മാറ്റാൻ പറ്റില്ല. കർത്താവായ യേശുവിനെ അറിഞ്ഞാൽ പിന്നെ പുറകോട്ട് മാറാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എൻ്റെ പുറകെ നിങ്ങൾ പോകും. ദുർഗമ മാർഗങ്ങളിലൂടെ ശൂരന്മാരെ കൂസാതെ യോർദാൻ നദിങ്കൽ ഞാൻ ചെന്നവനെ ജനമധ്യേ തേടി. പ്രിയപ്പെട്ടവരെ, യോർദാനിൽ ചെന്നപ്പോൾ അവനെ അവിടെ കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തിനൊരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ ചെന്നപ്പോൾ അവിടെയും കാണാനില്ല. ദുർഗമ മാർഗം തേടി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയുവാൻ നിങ്ങൾക്ക് ദാഹം വന്നാൽ നിങ്ങൾ അടങ്ങിയിരിക്കില്ല, നിങ്ങൾ ഓടും. പണം തടസ്സമല്ല, യാത്ര തടസ്സമല്ല, ആരോഗ്യം പ്രശ്നമല്ല, വേറെ ഒന്നും പ്രശ്നമല്ല. കർത്താവിനെ അറിയാൻ ദാഹം വന്നാൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം വിട്ട് പുറപ്പെട്ടു പോകും. അങ്ങനെയല്ലേ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പോയത്? അങ്ങനെയല്ലേ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഓടിയത്? എല്ലാം വിട്ട്. അങ്ങനെയല്ലേ പിതാക്കന്മാർ ഓടിയത്? അങ്ങനെയല്ലേ സുവിശേഷകന്മാർ ഓടിയത്? എല്ലാം വിട്ട് ഓടുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ വായിച്ച് കേൾക്കാം. കൂട്ടത്തിലൊരുത്തൻ ചെന്നു. അപ്പോൾ എന്താ കേട്ടത്? കൂട്ടത്തിലൊരുത്തൻ ചൊന്നാൻ ചെവിചായിച്ചേവം കേട്ടേ, ഈ നിർമ്മലയുടെ മാണവാളൻ ക്രൂശിതനായി ഗോകുൽത്തായിൽ. അപ്പോഴാണ് കേട്ടത്, ഈ നിർമ്മലയുടെ മണവാളൻ ക്രൂശിതനായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അറിഞ്ഞു. ക്രൂശിക്കപ്പെട്ടവനായ യേശു അങ്ങനെ ഓടി ഓടി കർത്താവായ യേശുവിൻ്റെ ക്രൂശിലേക്ക് എത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം നമുക്ക് പാടാം. സങ്കടമോടു നിലവിളി കൂട്ടി സിയോനിൽ ഞാൻ ചെന്നപ്പോൾ കബറതിലവനെ യൂദന്മാർ വെച്ചെന്നവരെന്നോടോതി. അങ്ങനെ ദാഹത്തോടെ കല്ലറയ്ക്കൽ ചെന്നു. ക്രൂശിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് പോയി എന്നറിഞ്ഞു. കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ഈ നിർമ്മലയുടെ മണവാളൻ കല്ലറയിൽ വെച്ചു എന്നറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ് കല്ലറയ്ക്കൽ. കാത്തിരുന്നപ്പോഴാണ് അവസാനം നാം കേൾക്കുന്നത് ആ മണവാളൻ്റെ സ്വരം കേട്ടു. എന്താണ് മണവാളൻ്റെ സ്വരം? സ്കീപ്പായ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോതുന്നേ, താതനികേതം ഞാൻ പൂകി വിട്ടിടാം ഞാൻ റൂഹായേ. പ്രിയപ്പെട്ടവരെ, ദാഹമുണ്ടെങ്കിൽ യേശുവിനെ കണ്ടെത്താം. ദാഹമുണ്ടെങ്കിൽ യേശുവിനെ കണ്ടെത്താം. ദാഹമുണ്ടെങ്കിൽ യേശുവിനെ കണ്ടെത്താം. നിങ്ങളുടെ ഹൃദയത്തിൽ ദാഹമുണ്ടെങ്കിൽ, യേശുവിനെ കാണാൻ ആഗ്രഹം വന്നാൽ ആ നിർമ്മലയുടെ മണവാളനെ കണ്ടെത്താം. അവനെ ക്രൂശിൽ തൂക്കി. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റ യേശു, കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കാം. നമ്മുടെ പുസ്തകം നമുക്ക് അടച്ചു വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു. കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ചാകാനുള്ള സമയം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങളെ വിളിക്കുന്ന ആ ഒരു നാഴിക. പ്രിയ ദൈവവേദലേ, നിനക്ക് ജീവിതം യേശുവിന് കൊടുക്കാൻ താല്പര്യമുണ്ടോ? നിനക്ക് ജീവിതം യേശുവിന് കൈമാറാൻ ആഗ്രഹമുണ്ടോ? മണവാളൻ്റെ ഒരു മണവാട്ടിയാകാൻ താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പാപത്തോട് യാത്ര പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, സമാധാനത്തോടെ വിളിക്കുകയാണ്. ദൈവമക്കളെ, ഇതുവരെ പാപത്തിൽ ജീവിച്ചോ? ഇതുവരെ പാപത്തിൽ ജീവിച്ചോ? ഇന്നൊരു തീരുമാനമെടുക്കുക. നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, സക്കായിക്കൊരു നാഴിക വന്നു. യേശുവിനെ കാണാൻ അവനൊരാഗ്രഹം വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലാസറിൻ്റെ സഹോദരിമാർക്ക് മാർത്തയ്ക്കൊരാഗ്രഹം വന്നു. യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ ഒരു ദാഹം വന്നു. അവൾ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഒരു നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം, യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, യേശുവിനെ ഒന്ന് കാണണം? സക്കായിക്കൊരാഗ്രഹം വന്നു. ദൈവമക്കളെ, അവൻ അബ്രാഹാമിൻ്റെ മകനായി തീർന്നു. ഇന്ന് രാത്രി കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഇനി മതിയായി, എനിക്ക് പാപം മതിയായി, എനിക്ക് അഴുക്ക് മതിയായി, എനിക്ക് വിരോധം മതിയായി, എനിക്ക് കയ്പ് മതിയായി, എനിക്ക് ശപിച്ചത് മതിയായി, എനിക്ക് ഈ ലോകത്തിൽ പാപം വിട്ടുള്ളൊരു ജീവിതമുണ്ടെങ്കിൽ എനിക്കത് വേണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ എനിക്കത് വേണം. എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം, എൻ്റെ മനസ്സാക്ഷി കഴുകപ്പെടണം, എനിക്കൊരു നിർമ്മല ഹൃദയം വേണം. സഹോദരങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ അരിമനാഥൻ, ഹല്ലേലൂയ, ക്രൂശിൽ പടഞ്ഞു മരിച്ചവൻ നിങ്ങളുടെ സമീപത്തുകൂടെ വന്നിട്ടുണ്ട്. അവൻ നിങ്ങളുടെ അരികത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടുരുമി അവൻ കടന്നു പോകുന്നുണ്ട്. മകളെ, നിനക്ക് എൻ്റെ മണവാട്ടിയാകാൻ നിനക്ക് സമ്മതമാണോ? എൻ്റെ വകയായി തീരുവാൻ സമ്മതമാണോ? എൻ്റെ പുറകെ വരാൻ സമ്മതമാണോ? എന്നെ അന്വേഷിച്ച് വരാൻ സമ്മതമാണോ? യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ സ്നേഹിപ്പാൻ ആഗ്രഹമുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലെ നിന്നെ അവൻ അറിയാൻ തുടങ്ങും. നീ അവനെ അറിയുമ്പോൾ നിന്നെ അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ രോഗം അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ കഷ്ടത അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ വേദന അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ കുടുംബത്തിലെ സങ്കടങ്ങൾ അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ മക്കളെ അവൻ അറിയാൻ തുടങ്ങും. മക്കളുടെ പ്രശ്നം അവൻ അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. നിൻ്റെ ദാരിദ്ര്യം അവൻ അറിയാൻ തുടങ്ങും. നിൻ്റെ പാപാവസ്ഥ അവൻ അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവമക്കളെ, ആഗ്രഹമുള്ളവരാരെല്ലാം ഉണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് കേട്ടപ്പോൾ കർത്താവായ യേശു, പ്രിയപ്പെട്ടവരെ, അവന് മനസ്സിലായി. ഹല്ലേലൂയ. ഹൃദയം ഉണർന്നു തുടങ്ങിയെന്നവന് മനസ്സിലായി. ജനഹൃദയം ഉയർന്നു തുടങ്ങിയെന്നവന് മനസ്സിലായി. ഇന്ന് അനേകര ഹൃദയത്തെ ദൈവം ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപിയായ എൻ്റെ ഹൃദയം ഉണർന്ന കാര്യം ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്നേഹിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ആഗ്രഹം വന്നത് ഞാൻ അറിയുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കണം, എൻ്റെ മാതാപിതാക്കന്മാർ ദൈവരാജ്യത്തിലെത്തണമെന്ന് എനിക്ക് ആഗ്രഹം വന്ന കാലം ഞാൻ അറിയുന്നു. എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം, അവൾക്ക് കുറവുകളുണ്ട്, അവർക്ക് കുറ്റങ്ങളുണ്ട്, എങ്കിലും അവളെ സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്ന കാലം ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ദൈവകുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയുവാൻ എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രിയ ദൈവത്തിലെ, നീ ഇന്ന് ദൈവകുടുംബത്തിലൊരു അംഗമായി തീരുക. അതാണ് ഭാഗ്യവാനായ അപ്പോസ്തലൻ പറയുന്നത്. വരുവാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ദൈവകുടുംബത്തിലെ ഒരംഗമായി തീരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, അവനെ കാണുവാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്. മറ്റൊന്നും വേണ്ട. ദൈവത്തിലെ പാപത്തോടെ യാത്ര പറഞ്ഞുകൊണ്ട് യേശുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ നിൻ്റെ അരികത്തുകൂടെ കടന്നു പോകുന്നുണ്ട്, നിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുന്നുണ്ട്, നിൻ്റെ ചാരത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് പുതിയ പ്രത്യാശ തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ആഗ്രഹമുണ്ട് യേശുവിനെ കാണാൻ ആഗ്രഹമുള്ളവർ അവരുടെ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്, യേശുവിനോട് കൂടെ നടക്കാൻ ആഗ്രഹമുണ്ട്, യേശുവിൻ്റെ വകയായി തീരാൻ ആഗ്രഹമുണ്ട്, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയറിയാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട, മറ്റൊന്നും വേണ്ട. എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, യേശുവിൻ്റെ വകയായി തീരാൻ ആഗ്രഹമുണ്ട്, യേശുവിൻ്റെ മണവാട്ടിയായി തീരാൻ ആഗ്രഹമുണ്ട്. എല്ലാം ക്ഷമിക്കുന്ന രാത്രി, എല്ലാം പൊറുക്കുന്ന രാത്രി, പാപം കഴുകുന്ന രാത്രി, പാപമോചനത്തിന്റെ രാത്രി, സമാധാനം തരുന്ന രാത്രി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ജീവനുള്ള ദൈവമേ, നിന്നെ കാണാൻ ഇവിടെ ആഗ്രഹത്തോടിരിക്കുന്ന ഈ മക്കളുടെ മധ്യത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. നിന്റെ ആത്മാവ് ഇറങ്ങി വരണമേ. നിന്നെ കാണാൻ ആഗ്രഹത്തോടെ കരങ്ങളെ ഉയർത്തിരിക്കുന്ന ഈ കരങ്ങളെ കർത്താവേ, നീ ഒന്ന് പിടിക്കണമേ, നീ ഒന്ന് അനുഗ്രഹിക്കണമേ, ഈ കരങ്ങളെ ഒന്ന് തൊടണമേ, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ, അവരുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. കർത്താവേ, അവരുടെ ഞെരുക്കങ്ങൾക്ക് പ്രയാസങ്ങൾ പരിഹാരം കൊടുക്കണമേ, അവരുടെ കുടുംബത്തിലേക്ക് സമാധാനം വരുത്തണമേ. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ,
ഈ മക്കളുടെ നല്ല ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമേ. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്, യേശുവിനെ സ്നേഹിപ്പാൻ ആഗ്രഹമുണ്ട്. ഒരു പുതിയ തലമുറയുണ്ടാകട്ടെ, പുതിയ ദാഹമുള്ള ജനിച്ചു വരട്ടെ, ഒരു സമാധാനമുള്ള ജനമുണ്ടാകട്ടെ. ദൈവകൃപ നിങ്ങളുടെ മേലിറങ്ങട്ടെ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ സാവകാശത്തിനായി, ഈ സമയത്തിനായി സ്തോത്രം. ജീവനുള്ള ദൈവമേ, ക്രൂശിൽ കിടക്കുന്നവനായ യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ ആഗ്രഹത്തോടുകൂടെ കർത്താവേ, നിരുമന്തി ആകാശത്ത് രണ്ടാമത് വരുമ്പോൾ അനേക വിശുദ്ധന്മാർ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. ഭാഗ്യം തരണമേ, അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കെട്ടുത്തരം തരുമാറാകണമേ.